വന്നു, അതിലെ കളത്തര സമസ്ത കേരള ജമിയത്തുൽ ഉലമ മനസ്സിലാക്കി. പല പ്രസ്ഥാനങ്ങളിലൂടെ വന്നു, സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലേക്ക് ചേർത്തി പറഞ്ഞു. അതിൻ്റെയൊക്കെ തനിനിറം സമസ്ത കേരള ജമിയത്തുൽ ഉലമയും അതിൻ്റെ പണ്ഡിതന്മാരും ഇവിടെ തുറന്നു കാണിച്ചു. അപ്പൊ എക്കാലത്തും ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി, ദീന്റെ യഥാർത്ഥ ആശയങ്ങളെ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ ഇതുപോലുള്ള ആദർശ സമ്മേളനങ്ങളൊക്കെ നടത്തുന്നത് ആരെങ്കിലും ഒരു വിഭാഗത്തിൽ ആക്ഷേപിക്കാൻ വേണ്ടിയല്ല. ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിനെയോ അല്ലെങ്കിൽ ജമാഅത്ത് പ്രസ്ഥാനത്തിനെയോ അല്ലെങ്കിൽ തബ്ലീഗ് ജമാഅത്ത് ഇതിനൊന്നും ആക്ഷേപിക്കാൻ വേണ്ടിയല്ല. അവരൊക്കെ ആശയങ്ങളുള്ളതായ ആ വൈകല്യങ്ങൾ തുറന്നു കാട്ടുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് പിന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഈ ആദർശ സമ്മേളനങ്ങളെ അതിലെ എന്തെങ്കിലും നിലക്ക് വിമർശിച്ചുകൊണ്ട് പറയുന്നതായ പലരും ഉണ്ടാവും. ചിലപ്പോൾ അതൊക്കെ അങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ ഏത് നല്ലതിരിക്കും അതിനെ ചീത്തയാക്കാൻ വേണ്ടി എപ്പോഴും അതിൽ ശൈത്താനിയാവുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. അപ്പം അതുകൊണ്ട് നമ്മളോടൊക്കെ പറയാനുള്ളത്, സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം ഇത് നമ്മളെ ദീനിനെ സംരക്ഷിക്കുന്ന പ്രസ്ഥാനം, ഒരു സംഘടനയാണ്. അതിൻ്റെ പിന്നിലെല്ലാവരും അണിനിരക്കാം, അതിനുവേണ്ടി പ്രവർത്തിക്കുക. അതാണ് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ലക്ഷ്യം. അത് നമ്മളെ ആഖിറത്തിലേക്കുള്ളതായ ഒരു പാലാണത്. ആഖിറത്തിൽ നമ്മളെ വിജയത്തിലേക്ക് ആവശ്യമാവുന്നതായ അതിൻ്റെ നിർദ്ദേശങ്ങളും അതിൻ്റെ ഉപദേശങ്ങളും ഒക്കെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ട അറിവുകളാണ് നിങ്ങൾക്കൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിനെ അതിലേക്ക് നമുക്ക് നേരത്തെ നൽകാൻ പറ്റിയ മഹത്വക്കളാവുന്ന മഹാന്മാരായിരുന്നു ഈ സംഘടന ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രശ്നങ്ങൾ പലതും ചിലപ്പോൾ ഉണ്ടാവും, പല വിമർശനങ്ങളുണ്ടാവും, പല എതിർപ്പുകളുണ്ടാവും. ഇതൊന്നും വകവെക്കാതെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് വേണ്ടി ഓരോരുത്തരും പ്രവർത്തിക്കുക. അതിൻ്റെ 100ാം വാർഷികം ഇവിടെ വരാൻ പോവുകയാണ്. അടുത്ത 2026 അത് നടത്തപ്പെടും. വളരെ വിപുലമായ പരിപാടികളോടുകൂടെ നടത്തപ്പെടും. അത് എവിടെ സ്ഥലം നിർണ്ണയിക്കപ്പെട്ടില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത 2-3 ദിവസങ്ങളിലായിട്ട് മിക്കവാറും നിർണ്ണയിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതിന് വേണ്ടി സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഒക്കെ ഉള്ള എല്ലാ സേവനങ്ങളും നിങ്ങളിൽ നിന്ന് എല്ലാവരും ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ വജഹിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുക. അതാ എല്ലാവരോടും പറയാനുള്ളത്. ഇഖ്ലാസോട് കൂടി മാത്രം പ്രവർത്തിക്കുക. ആരെങ്കിലും നമ്മളെ പൊക്കി പറഞ്ഞാൽ ആ പൊക്കി പറഞ്ഞതുകൊണ്ട് നമ്മൾ സന്തോഷിക്കേണ്ട. ആരെങ്കിലും നമ്മളെ ഐകേറ്റി പറഞ്ഞാൽ ആ ഐകേറ്റി പറഞ്ഞുകൊണ്ട് നമ്മൾ ദുഃഖിക്കാനും പാടില്ല. അവനോടുള്ള പ്രതികാര മനോഭാവം നമ്മളിൽ നിന്നുണ്ടാകാൻ പാടില്ല. ഇതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നയം. ആര് പൊക്കി പറഞ്ഞാലും അതനുസരിച്ച് പൊങ്ങാൻ ഞങ്ങൾ തയ്യാറല്ല. ഒന്ന്. രണ്ടാമത്തത് പൊക്കി പറഞ്ഞതിൽ നമുക്കൊരു സന്തോഷമില്ല. അതോടൊപ്പം നമ്മൾ ഇകേറ്റി പറഞ്ഞാൽ ആ ഇകേറ്റി പറഞ്ഞതിൽ നമുക്ക് ദുഃഖമില്ല. ഇകേറ്റി പറഞ്ഞത് കൊണ്ടിട്ട് ആ ഇകേറ്റി പറയുന്നവനെ ഏതെങ്കിലും നിലക്ക് അവരെ ശിക്ഷിക്കാനോ അവനെ ഉദ്ധരിക്കാനൊന്നും നമ്മൾ നിൽക്കാറില്ല. ഇതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹാന്മാരാവുന്ന മശായിഖന്മാർ, ഉസ്താദന്മാർ നമുക്ക് നൽകിയതായ നിർദ്ദേശം. ഈ നിർദ്ദേശം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നതായ ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയും അതിൻ്റെ പോഷക സംഘടനകളൊക്കെ. അപ്പം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതാണ്. ചിലപ്പോൾ നമ്മൾ ഒരുപാട്